ഇപ്പോൾ പലരും അങ്ങനെ വഴക്ക് പറയുന്നവരാണ്, ഞാനും വഴക്ക് പറയാറുണ്ട്. പക്ഷെ എങ്കിലും നമുക്കപ്പോൾ അങ്ങനെ കൂട്ടുകൂടാൻ പറ്റിയ ദൈവങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പോൾ ചില മൂർത്തികളോട് നമുക്ക് അത്രയും ഒരു അടുപ്പം കാണിക്കാൻ പറ്റാത്ത, അതവരുടെ ആ ഭാവത്തിൻ്റെ ആയിരിക്കാം, രൂപത്തിൻ്റെ ആയിരിക്കാം. അപ്പം അങ്ങനെയുള്ള മൂർത്തികളുണ്ടോ? ജയശങ്കർ സർ, നമ്മൾ ഈ ഞങ്ങളെപ്പോലുള്ളവരും സർ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല, പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ വിഷമോ വരുന്ന സമയത്ത് ദൈവത്തോട് വഴക്കുണ്ടാക്കാറുണ്ട്. അങ്ങനെ ദൈവത്തോട് വഴക്കുണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ഓരോ കാര്യങ്ങളും നേടാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. പ്രഹർഷേണ അർത്ഥിക്കുക എന്നതിന് പറയുക. നമ്മൾ പ്രാർത്ഥിക്കുന്നത് മുഴുവൻ കിട്ടിക്കൊള്ളുന്നില്ല. പലപ്പോഴും പലതും തരാനായിട്ട് മടിക്കാറുണ്ട്. ഏതുപോലെ വെച്ചാൽ ഇപ്പോൾ കൊച്ചു കുട്ടികൾ തീ കാണുമ്പോൾ കൗതുകം തോന്നിയിട്ട് അതിൽ പോയി പിടിക്കാൻ നോക്കും. അമ്മമാർ സമ്മതിക്കില്ല, അവിടെ നിന്ന് പിടിച്ചു മാറ്റും. അതേപോലെ പലപ്പോഴും പല പ്രശ്നങ്ങളും വരുന്ന സമയത്ത് ആ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ വേണ്ടി മറ്റു ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അങ്ങനെയൊക്കെ ദൈവം വഴിതിരിച്ചു വിടാറുണ്ട്. അപ്പോൾ നമുക്ക് പരിഭവം തോന്നും. ആദ്യം നമ്മൾ ആഗ്രഹിച്ച കാര്യം നേടിത്തരാതെ അതിന് തടസ്സം നിന്നു ദൈവം എന്നുള്ളതിനെ നമുക്ക് പരിഭവം തോന്നും. ആ പരിഭവം നമ്മൾ ദൈവത്തോട് പറയുകയും ചെയ്യും. അത് നമുക്ക് ഭക്തിയുടെ പല ഘട്ടങ്ങളിലായിട്ട് നമുക്ക് പറയാൻ അവകാശമുണ്ട്. ഭഗവാൻ പറയണത് കേൾക്കുക എന്നുള്ള ആദ്യ ഘട്ടം, ഭഗവാനോട് വീണ്ടും അർത്ഥിക്കുക എന്ന് പറയുന്ന രണ്ടാമത്തെ ഘട്ടം, ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്നാണ് പ്രഹ്ലാദൻ ഭക്തിയുടെ ഘട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഭഗവാനെക്കുറിച്ചുള്ള കീർത്തനങ്ങൾ കേൾക്കുക, കീർത്തനങ്ങൾ ആലപിക്കുക, ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ്. അക്കൂട്ടത്തിൽ 8ാമത്തെ ഘടകമായിട്ട് പ്രഹ്ലാദൻ പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയാണ്, സഖ്യം. കൂട്ടുകൂടുന്ന സമയത്ത് പരിഭവം പറയാം, ചീത്ത വിളിക്കാം, അതൊക്കെ ചെയ്യാം. കൂട്ടുകാരെ നമ്മൾ ചിലപ്പോൾ തെറി പറഞ്ഞു എന്ന് വരും. അതുപോലും ഭഗവാന് വേദന ഉണ്ടാക്കില്ല എന്നർത്ഥം. ആ സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഭാഷയായിട്ട് അത് കണക്കാക്കുള്ളൂ. ഇതൊന്നും ഭഗവാന് വേദന ഉണ്ടാക്കുന്ന കാര്യമല്ല. തിരിച്ചതുപോലുള്ള മറുപടി ചിലപ്പോൾ ഭഗവാനും പറഞ്ഞു എന്ന് വരും. അത് കേൾക്കാനുള്ള ക്ഷമ ഉണ്ടാകണം. അപ്പം നമ്മളങ്ങനെ വഴക്ക് പറയാം? അപ്പോൾ പറയാം. ഇപ്പോൾ പലരും അങ്ങനെ വഴക്ക് പറയുന്നവരാണ്, ഞാനും വഴക്ക് പറയാറുണ്ട്. പക്ഷെ എങ്കിലും നമുക്കപ്പോൾ അങ്ങനെ കൂട്ടുകൂടാൻ പറ്റിയ ദൈവങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പോൾ ചില മൂർത്തികളോട് നമുക്ക് അത്രയും ഒരു അടുപ്പം കാണിക്കാൻ പറ്റാത്ത, അതവരുടെ ആ ഭാവത്തിൻ്റെ ആയിരിക്കാം, രൂപത്തിൻ്റെ ആയിരിക്കാം. അപ്പം അങ്ങനെയുള്ള മൂർത്തികളുണ്ടോ? മൂർത്തികൾക്ക് ആക്ച്വലി മൂർത്തിയാകുന്നതിന് മുമ്പ് ഭഗവാൻ എന്ന് പറയുന്ന അംശം മാത്രമായിട്ട് നമ്മൾ കണക്കാക്കുക. ഭഗവാന് ഗുണങ്ങളൊന്നുമില്ല, നിർഗുണനാണ്. പക്ഷെ ഭഗവാന്റെ അംശം കലർന്നിരിക്കുന്ന മറ്റ് പലരും ഉണ്ടാവും, അവർക്ക് ഈ ഗുണങ്ങളൊക്കെ ബാധകമാണ്. സത്വഗുണം ഉണ്ടാകാം, രജോ ഗുണം ഉണ്ടാകാം, തമോ ഗുണം ഉണ്ടാകാം. തമോ ഗുണമുള്ള മൂർത്തികളാണെങ്കിൽ അവരുടെയൊക്കെ ദേഷ്യപ്പെടുന്നതും സൂക്ഷിച്ച് വേണം. തിരിച്ച് അതിനേക്കാൾ ഇരട്ടി ദേഷ്യപ്പെടലോ ചിലപ്പോൾ അടിയോ ഒക്കെ ഉണ്ടാകാം. രജോ ഗുണമുള്ള മൂർത്തികളാണെങ്കിൽ അവരുടെയൊക്കെയും ദേഷ്യപ്പെടുന്നത് സൂക്ഷിച്ച് വേണം. കാരണം അവർക്ക് അടിച്ചമർത്തിയിരുത്താനുള്ള ടെൻഡൻസി കൂടുതലുണ്ടാകാം. സത്വഗുണമുള്ള മൂർത്തികളാണെങ്കിൽ അവരുടെയൊക്കെ നമുക്ക് എന്തും പറയാം, എന്തും അവർ കേട്ടോളും. അതിനനുസരിച്ചുള്ള മറുപടി ചിരിച്ചുകൊണ്ട് തന്നെ കിട്ടിയെന്നും വരും. അത്രയുള്ളൂ. ഇതൊക്കെ ആകാവുന്നതാണ്. മൂർത്തികളെ തിരഞ്ഞെടുക്കുമ്പോൾ സാത്വിക മൂർത്തികളെ തിരഞ്ഞെടുക്കുന്നത് കൂടുതൽ നല്ലത്. സാത്വിക മൂർത്തികൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഇപ്പോൾ വിഷ്ണു സാത്വിക മൂർത്തിയായിട്ടാണ് പറയാം. ദേവീഭാഗവതത്തിൽ ഒരു ഭാഗത്ത് ശിവനും വിഷ്ണുവും ബ്രഹ്മാവും ഒക്കെ ദേവിയെ സ്തുതിക്കുന്നൊരു ഭാഗമുണ്ട് 3ാമത്തെ സ്കന്ധത്തിൽ. അങ്ങനെ സ്തുതിച്ച് കഴിയുമ്പോൾ ആ സ്തുതിയൊക്കെ കേട്ടിട്ട് ദേവി പ്രസാദിച്ച് അവരെ അനുഗ്രഹിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ 3 പേരും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, 3 പേരും സഹകരിച്ച് നിൽക്കണം, എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളിൽ ഒരാളെ പ്രാർത്ഥിച്ചാൽ മറ്റേയാളും സഹായിച്ചോളണം ഉള്ളൊരു ചില കണ്ടീഷനുകളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ 3 പേരും തുല്യരാണെങ്കിലും സാത്വികപ്രധാനി ആയതിനാൽ വിഷ്ണുവിന് അല്പം മുൻതൂക്കമുണ്ട് എന്നെടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ വിഷ്ണുവിനെ സമീപിച്ചോളാനാണ് അവിടെ പറഞ്ഞു കൊടുത്തേക്കുന്നത്. വിഷ്ണു സാത്വിക പ്രധാനമായിട്ടുള്ളതാണ്. അവിടെ
പ്രത്യേകിച്ച് ചലനം ഉണ്ടാക്കാനൊന്നും ആർക്കും പറ്റില്ല. കാരണം സാത്വിക പ്രധാനമാണ്. അത് സമുദ്രത്തിലാണ് കിടക്കുന്നത്, ഒരു പാമ്പിൻ്റെ മീതിയാണ് കിടക്കുന്നത്. അബദ്ധവശാൽ ഇത്തിരി ദേഷ്യം വന്നു, കയ്യോ കാലോ ഇത്തിരി കൂടുതൽ എനർജറ്റിക്കലായിട്ട് ഒന്ന് കുത്തി എന്നുണ്ടെങ്കിൽ പാമ്പിൻ്റെ മീതിയാണ് കുത്തുന്നത്, പാമ്പിളകും, ചിലപ്പോൾ കടിച്ചൊന്നും വരാം. പാമ്പിളകി കഴിഞ്ഞാൽ മറിഞ്ഞ് കടലിൽ വീഴാം. അതൊന്നുമില്ലാതെ സമതുലിതാവസ്ഥ ആയിട്ട് നിൽക്കുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത്. അത് വിഷ്ണു സാത്വിക പ്രധാനിയാന്ന് പറയുന്നത്. പിന്നെ ഏതാ ഉള്ളത്? ദേവിയുടെ തന്നെ സാത്വിക പ്രധാനമായിട്ടുള്ള ഭാഗങ്ങളുണ്ട്. അതേതൊക്കെയാണ്? ഇപ്പോൾ ദുർഗാധ്യായത് ദുർഗതി പ്രശമനീം, ദുർഗതികൾ ഇല്ലാതാക്കുന്നതാണ് ദുർഗ, സാത്വിക പ്രധാനമാണ്. അപ്പോൾ ഭദ്രയോ? ഭദ്ര എന്ന് പറയുന്നത് ഭദ്രത വരുത്തുന്നവളാണ്, പക്ഷെ ഭദ്രത വരുത്താൻ വേണ്ടിയിട്ട് കാഠിന്യം ഉപയോഗിച്ചവളാണ്. അപ്പം അത് സാത്വികമല്ല. സാത്വികത്തിനേക്കാൾ കൂടുതൽ രാജസികമാണ് ഇതിൽ വരിക. അപ്പം അങ്ങനെയുള്ള മൂർത്തികളോട് നമ്മൾ എങ്ങനെയാണ് ഇടപഴകേണ്ടത്? അമ്മയെന്ന് വിളിച്ചാൽ ആ മൂർത്തികൾ സാത്വികമായിട്ട് മാറും. ആ ലാളന, ഈ അമ്മമാർക്ക് കുട്ടികൾ അമ്മയെന്ന് വിളിക്കണം കേട്ടാൽ അവർ പെട്ടെന്ന് ചലിക്കും ആ ഭാഗത്തേക്ക്. അമ്മയെന്നുള്ള വിളിയിൽ ആ ദേവിയുടെ വാത്സല്യം മുഴുവൻ നമ്മളിലേക്ക് ഒഴുകിയെത്തും. ആ ലാളന അത് അനുഭവിച്ചറിയാൻ പറ്റും അമ്മയെന്ന് വിളിക്കുമ്പോൾ. അവിടെ ദേവിയുടെ രൗദ്രതയൊന്നും വിഷയമല്ല, അതൊക്കെ മാറി നിൽക്കും ആ സമയത്ത്. അത് ഏതൊരു അമ്മമാരും അങ്ങനെയാണല്ലോ. അമ്മയെന്നുള്ള വിളി അതിന് പ്രാധാന്യമുണ്ട്. നമുക്ക് രൗദ്രതയുള്ള ദേവിയാണെങ്കിൽ പോലും അമ്മയെന്ന് വിളിച്ച് ആരാധിക്കുക, അപ്പോൾ നമുക്ക് അനുകൂലമായിട്ട് വരും. നമ്മുടെ ഈ കൊടുങ്ങല്ലൂരുള്ളത് ആ രൗദ്രഭാവമല്ലേ ശരിക്കും? കൊടുങ്ങല്ലൂർ രൗദ്രഭാവമാണ്. ആ രൗദ്രത കുറയ്ക്കാൻ വേണ്ടി തന്നെ അവിടെ ശ്രീചക്രവും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതെവിടെയാണ്? ആ കൊടുങ്ങല്ലൂരമ്മയുടെ ദർശനം വടക്കോട്ടല്ലേ, കിഴക്കോട്ട് ദർശനമായിട്ട് അവിടെ തന്നെ ദേവി ഇരിക്കുന്നുണ്ട്, ശ്രീചക്ര ദേവത. അതേ ശ്രീകോവിലില്. അല്ല, നമുക്ക് കിഴക്കോട്ട് ദർശനമായിട്ട് അവിടെ ശിവന്റെ ആണ് കണ്ടിട്ടുള്ളത്. ഈ ശ്രീചക്ര ദേവത ഏത് ഭാഗത്തേക്ക് ദർശനം എടുത്തിരിക്കുന്നത് എനിക്ക് കൃത്യമായ ഓർമ്മയില്ല, പക്ഷെ എൻ്റെ ഓർമ്മ കിഴക്കോട്ടാണെന്നുള്ളതാണ്. ഏതായാലും ആ ദേവിയുടെ വലം കൈവാക്കിലിരിക്കുന്നത്. വലം കൈവാക്കിലെന്ന് പറയുമ്പോൾ കിഴക്കോട്ടാണ് വരിക. അതെ, അവിടെ ശ്രീചക്രം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ആണല്ലേ? ശ്രീചക്രം എന്ന് പറഞ്ഞാൽ പരമസാത്വിക. എന്നാൽ രാജരാജേശ്വരിയാണ് ശ്രീചക്ര ദേവത എന്ന് പറയുന്നത്. ശിക്ഷിക്കാനും അർഹതയുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രീചക്ര ദേവതയെ നമുക്ക് അവിടെ ആരാധിക്കാം. അപ്പോൾ ആ സാത്വിക ഗുണങ്ങളും നമുക്ക് അനുഭവിക്കാൻ കിട്ടും. നമുക്ക് എല്ലാ ദൈവങ്ങളെയും നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രാർത്ഥനയുടെയും നമ്മുടെ ഒരു പെരുമാറ്റത്തിൻ്റെയും പോലെ ഇരിക്കും അവരുടെ ഭാവവും. ആ തലത്തിലേക്ക് നമ്മളുടെ മനസ്സാണ് എത്തേണ്ടത്. അതെ അതെ, ഇപ്പം എനിക്ക് സാറ് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അതാണ്, നമ്മളാണ് ശരിക്കും അവിടെ എത്തേണ്ടത്. താങ്ക് യു. നമസ്തേ. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.